നിങ്ങൾക്ക് പുറങ്കാൽ കൊണ്ട് തട്ടിക്കളയാം, കേൾക്കാതിരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധിയെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. ദൈവം മിന്നൽ പിണരുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ കഴിയോ? അല്ലെങ്കിൽ ഘോരമായ മലകൾ ഉരുത്തിരിക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ കഴിയോ? ഓഗി വന്നപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ സുനാമി വന്നപ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വന്ന ഒരു പ്രകൃതി ദുരന്തങ്ങൾക്ക് തടുത്തു നിർത്തുവാൻ ഈ രാഷ്ട്രത്തിലെ ഒരു മത നേതാക്കന്മാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇന്ന് വരെ ഭരിച്ചിട്ടുള്ള ഒരു ഭരണകൂടങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെന്ന് തിരിച്ചറിയണം. ഇന്ന് വരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മേൽ ദൈവം ചൊരിയപ്പെടുന്ന ഏതൊരു ന്യായവിധിയും ചെറുത്തു നിർത്തുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒരു മനുഷ്യന്റെ ആരോഗ്യം അതിന് പര്യാപ്തമല്ല, ഒരു മനുഷ്യന്റെ സാമ്പത്തികം അതിന് വിധേയപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മനസ്സെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദേശത്തോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയാണ്. വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിലേക്ക് തിരിയുക. നിങ്ങൾ ജീവനോടെ ഇരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷേ നീ എന്തിന് സമയത്തിന് മുമ്പേ മരിക്കുന്നു എന്ന് കേൾക്കുന്ന ഒരു വചനം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ജീവനും മരണവും അനുഗ്രഹവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് ആവർത്തന പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്. അനുഗ്രഹവും ശാപവും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ സമയത്തിന് മുമ്പേ എന്തിനും മരിക്കുന്നു. ദൈവം തന്ന ആയുസ് പൂർത്തീകരിക്കുവാൻ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ ദൈവം നമുക്ക് അത് സാധ്യമാക്കി തരുവാൻ കഴിയുമോ? അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒരു ദേശം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒരു കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ ദൈവത്തിലേക്ക് തിരിയുക എന്നല്ലാതെ മറ്റൊരു വഴിയും അതിനകത്ത് ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ആ ദൈവം നമ്മെ മാറോടണച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നഗം പ്രവചന പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ള ദൈവമാണ്. ആലോചനയിൽ വലിയവനും